നമ്മൾ ആദ്യം തന്നെ വണ്ടിപ്പെരിയാറിലേക്കാണ് പോകുന്നത്. വണ്ടിപ്പെരിയാറിൽ ഇന്നലെ നമ്മൾ ഏറെ ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവം ഉണ്ടായിരിക്കുകയായിരുന്നു. വണ്ടിപ്പെരിയാറിലെ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ അച്ഛന്റെ നേരെയുണ്ടായ ആക്രമണം അദ്ദേഹത്തെ കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരുന്നു എന്നാണ് എഫ്ഐആർ പറയുന്നത്. ആക്രമണം നടത്തിയ പാൽരാജ് മനഃപൂർവ്വം പ്രകോപനമുണ്ടാക്കുകയായിരുന്നുവെന്നും എഫ്ഐആറിൽ പറയുന്നുണ്ട്. പ്രിൻസ് ജെയിംസ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. പ്രിൻസ്, വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നലെ ഏറെ ഗൗരവത്തോടു കൂടി സംസാരിച്ചൊരു വിഷയമായിരുന്നു ഈ വണ്ടിപ്പെരിയാറിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ അച്ഛന് കുത്തേറ്റൊരു വിഷയം. അത് ഏറെ ഞെട്ടിപ്പിക്കുന്നത് കൂടിയായിരുന്നു. എന്തായാലും ആ സംഭവം ആസൂത്രിതമായിരുന്നു. ആക്രമണം കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരുന്നു ചെയ്തതെന്നാണ് ഇപ്പോൾ പോലീസിന്റെ എഫ്ഐആർ കൃത്യമായി പറയുന്നത്. എഫ്ഐആറിൽ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് പ്രിൻസ്? ഭവ്യ, ഗുഡ് മോർണിംഗ്. തീർച്ചയായും വലിയ ഗുരുതരമായ ആരോപണങ്ങളാണ് പാൽരാജിനെതിരെ, അതായത് പ്രതിയായ പാൽരാജിനെതിരെ എഫ്ഐആർ സ്ഥിരീകരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇതിൽ ദാരുണമായ ഒരു സംഭവം നടക്കുന്നത്. വണ്ടിപ്പെരിയാറിൽ ക്രൂര പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട ബാലികയുടെ അച്ഛനെയും മുത്തച്ഛനെയും വണ്ടിയിൽ പോകുന്നതിനിടെ ഈ പാൽരാജ് ആക്രമിക്കുകയായിരുന്നു. ഈ വണ്ടിയിൽ ഈ ബൈക്കിൽ യാത്ര ചെയ്യുന്നതിനിടെ ഇയാൾ അസഭ്യം പറയുകയും ഇതിനെ തുടർന്ന് ഇവർ ഇരുവരും ഇറങ്ങി ഇയാളോട് ചോദ്യം ചെയ്യുകയും ചെയ്തത് വാക്കേറ്റമാകുകയും ഇത് എത്തുകയും ഇയാൾ കയ്യിലിരുന്ന ആയുധം ഉപയോഗിച്ച് ഇവരെ ആക്രമിക്കുകയുമായിരുന്നു. ഇരുവർക്കും പരിക്കേറ്റുന്ന ഒരു സാഹചര്യമുണ്ടായി. സംഭവമാണ് ഇപ്പോൾ മനഃപൂർവ്വം ഇത്തരത്തിലൊരു കൊലപാതകം നടക്കുക എന്നൊരു ലക്ഷ്യത്തോട് തന്നെ പാൽരാജ് മനഃപൂർവ്വം ഉണ്ടാക്കിയ വിഷയമാണെന്ന വിധത്തിൽ എഫ്ഐആർ വിശദീകരിക്കുന്നത്. ഇരുവരെയും മനഃപൂർവ്വം ചീത്ത വിളിക്കുകയും ഇരുവർക്കും നേരെ പ്രകോപനം ഉണ്ടാക്കുകയും അത്തരത്തിൽ ഇവർ ആക്രമണം ഇത് ചോദ്യം ചെയ്യാനുള്ള സമയത്ത് ഇയാൾ കയ്യിൽ കരുതിയിരുന്ന ആയുധം കൊണ്ട് ഉപയോഗിച്ച് തന്നെയാണ് ആക്രമണം നടന്നത്. എന്തായാലും വലിയ ഗുരുതരമായ ഒരു ആരോപണങ്ങളാണ് ഇയാൾക്കെതിരെയും എഫ്ഐആറിലും വിശദീകരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു ആക്രമണം നടക്കുകയും കുട്ടിയുടെ പിതാവിന് നേരെ ആക്രമണം നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഭവ്യ, ഈ കുട്ടിയുടെ അച്ഛൻ ഇപ്പോഴും ആശുപത്രിയിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില അതെങ്ങനെയാണ്? പുരോഗതി ഉണ്ടല്ലോ അല്ലെ? ഭവ്യ, കുട്ടിയുടെ അച്ഛന്റെ ഇരു കാലുകൾക്കും ഒപ്പം വയറിലും ചെറിയ പരിക്ക് ഉണ്ടായിരുന്നു. എങ്കിലും ഗുരുതരമല്ല എന്ന് തന്നെ ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ചികിത്സയിൽ തുടരുകയാണ്. ഇരു കാലുകൾക്കും പരിക്കുണ്ട്. അതോടൊപ്പം മുത്തച്ഛനും പരിക്കുണ്ട്. അദ്ദേഹത്തിന്റെ നിസ്സാര പരിക്കുകളാണ് എങ്കിലും ആശുപത്രി തുടരുകയാണ്. ഭവ്യ, തീർച്ചയായും ഇപ്പോൾ സംഘർഷ സാധ്യത മനഃപൂർവ്വമായിരുന്നു എന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും ഇനിയും പ്രദേശത്ത് ഈ ഇരു കൂട്ടരും തമ്മിൽ ഒരു സംഘർഷത്തിനുള്ള സാധ്യത ഉറപ്പാണ്. അതിനുള്ളൊരു പോലീസിന്റെ ഒരു ഇടപെടൽ എങ്ങനെയാണ്? കൃത്യമായും ഈ കുട്ടിയുടെ വീട്ടുകാർക്കും കുറ്റവിമുക്തനാക്കിയ അർജുന്റെ വീട്ടുകാർക്കുമുള്ള ഒരു സംരക്ഷണം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ കൃത്യമായി നടക്കുന്നുണ്ടോ? ഭവ്യ, തീർച്ചയായും ഇരു കുടുംബങ്ങളും തമ്മിൽ ഒരു പ്രകോപനം ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ ഇപ്പോൾ പോലീസ് സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. മറ്റു തരത്തിലുള്ള പ്രകോപനങ്ങൾ ഉണ്ടാകാതിരിക്കുകയും പ്രശ്നങ്ങളിലേക്ക് നീങ്ങാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് വലിയ തോതിലുള്ള ഒരു ഉത്തരവാദിത്തം പോലീസിലേക്ക് എത്തിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ തോതിലുള്ള ഒരു സംഘർഷ സാധ്യത, അതായത് വലിയ സമരങ്ങളൊക്കെ നടക്കുന്ന സാഹചര്യം വണ്ടിപ്പെരിയാറിലുണ്ടായി. നാട്ടുകാരും ഒപ്പം രാഷ്ട്രീയ സാമൂഹിക സംഘടനകളൊക്കെ സമരരംഗത്തേക്ക് എത്തുന്നു. ഒപ്പം തോട്ടം തൊഴിലാളികളായ ആളുകളൊക്കെ ഈ പ്രദേശത്തെ നാട്ടുകാരായ തോട്ടം തൊഴിലാളികളിൽ ഭൂരിഭാഗവും ഇവർക്കൊപ്പം ഈ കുട്ടിയുടെയും കുടുംബത്തിനെയും ഒപ്പം നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പം പലതവണ ഈ കുടുംബത്തിനും നേരെ ഇരു കുടുംബങ്ങളും തമ്മിലുള്ള ഒരു വാക്കേറ്റമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാവുകയും ഇതിനെ തുടർന്നാണ് ഇന്നലെ ഇത്തരത്തിലൊരു സംഭവം കൂടി, ആക്രമണം കൂടി നടക്കുകയും ചെയ്തത്. ഇതോടെ പോലീസ് കൂടുതൽ ജാഗരൂകരാകുകയും ഇപ്പം ഇരു വീടുകളിലേക്ക് നേരെയുള്ള പരിശോധന സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. സോവിയ, ശരി. വണ്ടിപ്പെരിയാറിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ അച്ഛന് നേരെയുണ്ടായ ആക്രമണം കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണെന്ന് എഫ്ഐആർ. ആക്രമണം നടത്തിയ പാൽരാജ് മനഃപൂർവ്വം പ്രകോപനമുണ്ടാക്കുകയായിരുന്നുവെന്നും എഫ്ഐആറിൽ പറയുന്നു. പ്രിൻസ് ജെയിംസ് ആണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.